ജീവൻ രക്ഷിക്കാനുള്ള ആംബുലൻസുകളുടെ വേഗപ്പാച്ചിലിൽ ജീവൻ പൊലിയുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. കഴിഞ്ഞ വർഷം ആംബുലൻസ് അപകടങ്ങളിൽ മരിച്ചത് 29 പേർ. 180 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 104 പേരുടെയും നില ഗുരുതരമായിരുന്നു. അമിത വേഗമാണ് മിക്ക അപകടങ്ങൾക്കും കാരണം. വലിയ അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാനും അത്യാസന്ന നിലയിലുള്ള രോഗികളെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മറ്റൊരു ആശുപത്രിയിലേക്ക് എത്തിക്കാനും വേഗപരിധി മറികടക്കുകയാണ് ഡ്രൈവർമാർ. വൺ വേ തെറ്റിച്ചും റെഡ് ലൈറ്റ് മറികടന്നും കുതിക്കുമ്പോൾ മുൻപിൽ പതിയിരിക്കുന്ന അപകടം ഗൗനിക്കുന്നേയില്ല. മൊബൈലിൽ ശ്രദ്ധിച്ച് നാവിഗേഷൻ സംവിധാനത്തിൽ ഇടയ്ക്കിടെ നോക്കിയും ഉറക്കക്ഷീണത്തോടെ വാഹനമോടിക്കുന്നവരും ഏറെയാണ്. നമ്മൾ എന്തായാലും കുടുംബമുള്ള ആൾക്കാരാണ്, അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ. നമ്മൾ ഒരിക്കലും ഓവർ സ്പീഡ് പോയിട്ട് ഒരു അപകടം വരുത്തി വെക്കാൻ നമ്മളെന്തായാലും ശ്രമിക്കില്ല. കഴിഞ്ഞ 10 മാസത്തിനിടെ മാത്രം 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 10-ലേറെ പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് ആംബുലൻസിന് തീപിടിച്ച് രോഗി വെന്തു മരിച്ചിട്ട് ഏറെയായില്ല. ജീവൻ രക്ഷാ വാഹനങ്ങൾ കാരണം ജീവൻ പൊലിയുന്ന സാഹചര്യത്തെ അതീവ ഗൗരവത്തോടെ കാണണമെന്നും ജീവൻ രക്ഷിക്കാനുള്ള പാച്ചിൽ മറ്റൊരു ജീവൻ പൊലിയാനുള്ള കാരണമാവാതിരിക്കാൻ ഡ്രൈവർമാർ ശ്രദ്ധിക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. തിരുവനന്തപുരത്ത് നിന്ന് അഷിൻ ഡിയാഗോ ചേരുന്നു നമുക്കൊപ്പം തത്സമയം. അഷിൻ ഡിയാഗോ, ഗുഡ് ഈവനിങ്. ജീവൻ കയ്യിലെടുത്തുള്ള ഓട്ടമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കി ആംബുലൻസിന് കടന്നു പോകാൻ വഴിയൊരുക്കാറുണ്ട്. ഗതാഗത ക്രമീകരണങ്ങൾ നടത്തി നമ്മൾ ആംബുലൻസുകളെ കടത്തിവിടാറുണ്ട്. അതൊക്കെ കാണാറുള്ളതാണ്. പക്ഷേ ഇതിനിടയിൽ നഷ്ടപ്പെടുന്ന അവരുടെ ജീവൻ അതുകൂടി കണക്കിലെടുക്കേണ്ട വലിയ ഒരു കണക്കാണല്ലോ നമ്മുടെ മുന്നിലുള്ളത് അഷിൻ. സുജയ, ഈ അപകടത്തിൽപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ അടിയന്തര ചികിത്സ വേണ്ടുന്ന ആളുകൾ ഇവരെയൊക്കെ എത്രയും വേഗം അടുത്തുള്ള ആശുപത്രികളിൽ എത്തിക്കുക എന്നുള്ളൊരു കർത്തവ്യമാണ് ഈ ആംബുലൻസ് ഡ്രൈവർമാർക്കുള്ളത്. നമുക്കറിയാം, അതിനുവേണ്ടി ഇവർക്ക് പല നിയമലംഘനങ്ങളും നടത്തേണ്ടി വരുന്നുണ്ട്. ഈ തിരക്കേറിയ ട്രാഫിക്കിനിടയിൽ ഇവർക്ക് വൺ വേ തിരിച്ച് കയറേണ്ടി വരുന്നു, സിഗ്നലുകൾ തെറ്റിക്കേണ്ടി വരുന്നു. നമുക്കറിയാം, വീതി കുറഞ്ഞ റോഡുകളാണ് കേരളത്തിൽ മിക്കതും. മാത്രമല്ല പല റോഡുകളും ശോചനീയാവസ്ഥയിലുമാണ്. ഇതൊക്കെ കടന്നു വേണം ഇവർക്ക് ഈ രോഗികളുമായി ആശുപത്രിയിൽ എത്തേണ്ടത്. ഈ ഒരു ആംബുലൻസ് ഡ്രൈവറുടെ മനോബലം അനുസരിച്ചായിരിക്കും ആ രോഗിയുടെ ഒരു ഭാവി നിർണ്ണയിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇത്രയും പ്രതിസന്ധികളൊക്കെ കടന്ന് ഇവർ അതിവേഗത്തിൽ ശരവേഗത്തിൽ കുതിച്ച് ഒരു ആശുപത്രിയിൽ എത്തുമ്പോൾ ആ ഒരു ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന് കാര്യം, ഈ ഇത്രയും ജീവനുകൾ രക്ഷിക്കുന്ന ഒരു ആംബുലൻസ് അത് അപകടത്തിൽപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ കണക്കുകൾ ഇപ്പോൾ നേരത്തെ നമ്മുടെ ഒരു വാർത്ത സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത്ര ആളുകളാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ആംബുലൻസുകളുടെ പരിശോധന അത് ഇപ്പോൾ നിലവിൽ സാധ്യമല്ല. അതായത് കാരണം ഈ ഓട്ടത്തിനിടയിൽ ഈ ആംബുലൻസുകൾ പരിശോധിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്ന് വെച്ചാൽ ഈ ക്ഷീണം, നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ തന്നെ ക്ഷീണം മറികടക്കുന്നതിന് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഈ ആംബുലൻസ് ഡ്രൈവർമാരുണ്ട്. ഇവരെ പിടിക്കണമെങ്കിൽ ഈ വാഹനങ്ങൾ പരിശോധിക്കണം. ഈ വാഹനങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് നിലവിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നടക്കാത്തൊരു കാര്യമാണ്. കാരണം ഇത്തരത്തിൽ ആളുകളെയുമായി ശരവേഗത്തിൽ പോകുന്ന ആംബുലൻസുകൾ പിടിച്ചിട്ട് റോഡിൽ പിടിച്ചിടുക, അല്ലെങ്കിൽ അത് പരിശോധിക്കുക, അല്ലെങ്കിൽ ആളെ എടുക്കാൻ പോകുന്നൊരു ആംബുലൻസുകൾ അത് നിർത്തി പരിശോധിക്കുക എന്നുള്ളത് ഇപ്പോൾ അപ്രായോഗികമാണ്. ഈ ഒരു സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിനും പല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ ആവശ്യഘട്ടങ്ങളിൽ ആംബുലൻസ് ഡ്രൈവർമാർക്ക് സിഗ്നലുകൾ കട്ട് ചെയ്യാം എന്നുള്ള ഒരു ധാരണയുണ്ട്. പക്ഷേ അങ്ങനെ അവർ സിഗ്നലുകൾ കട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇരട്ടിയായി തന്നെ ശ്രദ്ധിക്കണം. കാരണം വൺ വേ തിരിച്ച് കയറി പോകുമ്പോൾ ഇവർ നേരത്തെ എങ്ങനെയാണോ വാഹനം ഓടിച്ചത് അതിൽ ഇരട്ടിയായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരും. മറ്റൊന്ന്, ഈ വാഹനങ്ങളുടെ കൃത്യമായ പരിപാലനമാണ്. ടയറ്, വൈപ്പർ, അതുപോലെ തന്നെ ബ്രേക്ക്. ഈ ആംബുലൻസുകളിൽ ഈ 3 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ ലൈറ്റുകൾ, ഈ മേളിലുള്ള ലൈറ്റുകൾ, അതുപോലെ തന്നെ അതിന്റെ സൈറനുകൾ, ഇത് ദൂരെ നിന്നും കാണത്തക്ക രീതിയിലും കേൾക്കത്തക്ക രീതിയിലും ക്രമീകരിക്കണം. അത് കൃത്യമായി തന്നെ അതിൻ്റെ ഒരു പരിപാലനം നടത്തണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. പക്ഷേ അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 3 തരം ആംബുലൻസുകളാണ് ഇപ്പോൾ നമ്മുടെ ഈ നിരത്തുകളിൽ ഓടുന്നത്. അതിൽ ഏറ്റവും ഈ 3 ആംബുലൻസുകൾക്കും ഒരു കളർ കോഡ് കൊണ്ടുവരണം എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഒരു നിർദ്ദേശം പോലെ പറയുന്നുണ്ട്. അതായത് ഈ മൃതദേഹങ്ങളുമായി പോകുന്ന ആംബുലൻസുകളും ഇത്തരത്തിൽ അമിത വേഗത്തിൽ പോകുന്ന ഒരു സാഹചര്യം നിലവിൽ ഇപ്പോൾ കേരളത്തിലുണ്ട്. അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള കളർ കോഡുകൾ ഈ ആംബുലൻസുകൾക്ക് ഏർപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം കൂടി മോട്ടോർ വാഹന വകുപ്പ് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ ആംബുലൻസുകൾ, അതായത് ഈ ആളെ എടുക്കാൻ റെഡിയാകുന്ന ആംബുലൻസുകൾ അല്ലെങ്കിൽ ഓട്ടത്തിന് തയ്യാറായി നിൽക്കുന്ന ആംബുലൻസുകൾ, അതിന് മുന്നോടിയായി ഒരു അരമണിക്കൂർ നേരത്തെ തന്നെ
ഇവരുടെ സ്ഥലങ്ങളിലെത്തി പരിശോധന നടത്താൻ ഒരു സാഹചര്യം ഒരുക്കണം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാഹനങ്ങൾ വഴിയിൽ വെച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ അത് അവരെ ആ ഒരു സമയത്ത് പരിശോധിക്കാനുള്ള ഇപ്പോൾ നിലവിൽ ആ ഒരു അങ്ങനെയുള്ള സംവിധാനങ്ങൾ വേണ്ടിയിരിക്കുന്നു. അഷിൻ ഡിയാഗോ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മോട്ടോർ വാഹന വകുപ്പ് ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തി ക്രമീകരണങ്ങൾ കൊണ്ടുവരണം. കാരണം നിരത്തിൽ ജീവന് വേണ്ടി കേഴുന്ന ഒരാളെ എടുത്ത് ആംബുലൻസിലാക്കി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ആംബുലൻസ് ഓടിക്കുന്ന ആൾക്കടക്കം അപകടമുണ്ടാകുന്നത് എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാനാവുക? അപ്പോൾ ഇതിനൊക്കെ കൃത്യമായ സംവിധാനങ്ങളിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നം.